തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ ബി.ജെ.പി. അട്ടിമറി വിജയം സ്വന്തമാക്കിയെങ്കിലും ബി.ജെ.പി. ഭരണത്തിലുണ്ടായിരുന്ന കരവാരം പഞ്ചായത്ത് തിരികെ പിടിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് ഇടത് കേന്ദ്രങ്ങൾ. ബി.ജെ.പി. പിടിച്ച സീറ്റുകളിൽ എങ്ങനെ പ്രവർത്തിച്ച് വാർഡുകൾ തിരികെയെടുക്കാമെന്ന് കരവാരം പഞ്ചായത്തിലെ പാർട്ടിയെ കണ്ട് പഠിക്കണമെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ CPM സൈബർ പോരാളികൾ വിശദീകരിക്കുന്നത്. 20 വാർഡുകളുള്ള കരവാരം പഞ്ചായത്തിൽ 13 സീറ്റുകൾ നേടിയാണ് LDF അധികാരത്തിലെത്തിയത്. UDF 2 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ SDPI 4 സീറ്റുകൾ നേടി. 2020 തെരഞ്ഞെടുപ്പിൽ 18ൽ 9 സീറ്റ് നേടി അധികാരത്തിൽ വന്ന ബി.ജെ.പിക്ക് ഇത്തവണ 1 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. 7 സീറ്റുകളിൽ മാത്രമായിരുന്നു LDF ജയിച്ചത്. 4 വർഷത്തിന് ശേഷം ബി.ജെ.പിയിലെ പടലപ്പിണക്കങ്ങളെ തുടർന്ന് 2 അംഗങ്ങൾ രാജിവെച്ചത് തിരിച്ചടിയായിരുന്നു. തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ CPM വിജയിച്ചതോടെ SDPIയുടെ പിന്തുണയോടെ LDF അധികാരത്തിലെത്തി. ഇത്തവണ 13 സീറ്റുകളിൽ വിജയിച്ചതോടെ LDFന് ഒറ്റയ്ക്ക് ഭരിക്കാം. കല്ലമ്പലം, പുതുശ്ശേരിമുക്ക്, എതുക്കാട്, മുടിയോട്ടുകോണം, തോട്ടയ്ക്കാട്, കണ്ണാട്ടുകോണം, പട്ടക്കോണം, ഞാറക്കാട്ടുവിള, ഇരമം, പട്ള, മേവർക്കൽ, പുതിയ തടം, ചാത്തൻപാറ എന്നീ വാർഡുകളിൽ LDFും ആലംകോട്, പറക്കുളം വാർഡുകളിൽ UDFും കൊണ്ണൂരി, വഞ്ചിയൂർ, പള്ളിമുക്ക്, മുല്ലശ്ശേരി വാർഡുകളിൽ SDPM വിജയിച്ചപ്പോൾ കരവാരം വാർഡിൽ മാത്രമായി ബി.ജെ.പി. ഒതുങ്ങി. ഇതാണ് പഞ്ചായത്തിനെ ഉയർത്തിക്കാട്ടി CPM അണികൾ പ്രവർത്തകരെ ആശ്വസിപ്പിക്കുന്നത്. വീട് കയറിയും വോട്ടർമാരെ നേരിട്ട് കണ്ടും പാർട്ടിക്കെതിരെയുള്ള പ്രചാരണങ്ങൾക്ക് വോട്ടർമാരോട് നേരിട്ട് മറുപടി നൽകിയും അടിത്തട്ടിൽ നിന്നുള്ളതായിരുന്നു കരവാരത്തെ പ്രചാരണ രീതി. മിക്കയിടത്തും CPMന് ഇല്ലാതെ പോയതും ഈ ശൈലിയാണെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നിരുന്നു.